ഹായ്, എല്ലാവർക്കും ഗോവൻ വ്ലോഗ് 6ലേക്ക് സ്വാഗതം. നമ്മളിവിടെ രാവിലെ ഇവിടെ അടുത്തുള്ള ബെന്നോളിം എന്ന് പറഞ്ഞൊരു ബീച്ചിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് വള്ളക്കാർ അവിടെ വലയൊക്കെ റെഡിയാക്കുകയാണ്. ഫിഷിങ്ങൊക്കെ ഇപ്പോൾ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. മഴയായതുകൊണ്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കും. അത് ഇപ്പോൾ പിന്നെയും അതെല്ലാം സ്റ്റാർട്ടപ്പ് ആയിട്ടുണ്ട്. അപ്പം അവിടെ ഒരു വള്ളം വന്നിട്ടുണ്ട്. മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ആൾക്കാരൊക്കെ അതിൻ്റെ ചുറ്റിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളും അങ്ങോട്ടേക്കൊന്ന് നടന്ന് ചെന്ന് മീനുണ്ടോ എന്നറിയാനായിട്ട്. അപ്പം നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും മീനുകളൊക്കെ അവരിങ്ങനെ സെപ്പറേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നും വേറെ വേറെ കൊട്ടകളിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്മീൻ, സ്രാവിൻ്റെ കുഞ്ഞ്, അയല, ഞണ്ട്, അങ്ങനെ കുറേ മീനുകളുണ്ട്. പക്ഷെ ഇവിടെ എപ്പോഴും കൂടുതൽ നമുക്ക് കിട്ടുന്നത് അയലയാണ്. പക്ഷേ ഇന്ന് എന്താണോ ചെമ്മീൻ്റെ ചാകരയെന്ന് തോന്നുന്നു, ചെമ്മീനാണ് കൂടുതൽ കിട്ടിയേക്കുന്നത്. അവരിങ്ങനെ ഓരോ മീനുകൾ തിരഞ്ഞ് സെപ്പറേറ്റ് കൊട്ടകളിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൊട്ടയ്ക്കാണ്. അപ്പം ഒരു കൊട്ട മീനിനാണ് കണക്ക്, കിലോ കണക്കല്ല, പകരം ഒരു കൊട്ടയ്ക്ക് വില പറഞ്ഞാണ് എടുക്കുന്നത്. അത് ഒറ്റയ്ക്ക് എടുക്കുന്നവരുണ്ട്, പിന്നെ ഷെയർ ചെയ്ത് എടുക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലാണ് മീൻ എടുക്കുന്നത്. ഇപ്പം തുടങ്ങിയതേ ഇല്ലേ ഉള്ളൂ ഫിഷിങ്. അതുകൊണ്ടാന്ന് തോന്നുന്നു അധികം മീനുകളൊന്നുമില്ല, കുറച്ച് മീനുകളേ ഉള്ളൂ. സ്രാവിൻ്റെ തീരെ ചെറിയ കുഞ്ഞാണ്. പിന്നെ ഞണ്ട്, ജീവനുള്ള ഞണ്ടാണ്. എല്ലാം നല്ല ഫ്രഷ് സാധനമാണ്. ഇപ്പം അവരിത് ഓരോ കൊട്ടകളിലോട്ടാക്കിയിട്ട്, ഇപ്പം ഇവർ വലയിൽ നിന്ന് എടുത്ത് ഈ മണ്ണിലോട്ട് വലയിട്ടിട്ട് അവിടെ നിന്നാണല്ലോ ഇതെല്ലാം കളക്ട് ചെയ്യണത്. അപ്പോൾ കുറച്ച് മണ്ണൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് തന്നെ കഴുകാനായിട്ട് ഓരോ കൊട്ടകളിലോട്ടാക്കി എടുത്തുകൊണ്ട് കടലിൽ തന്നെ പോയി കഴുകി അവിടുന്ന് തന്നെ എടുത്തുകൊണ്ട് പോരും. എന്നിട്ട് ഇവിടെ ഒരു വണ്ടി വരും മീൻ എടുത്തുകൊണ്ട് പോകാനായിട്ട്. അതിൻ്റെ അകത്ത് അപ്പം തന്നെ ഓരോ കണ്ടെയ്നറൊക്കെ മാർക്കറ്റിലോട്ട് വിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ അടുത്തൊരു മാർക്കറ്റുണ്ട്, മടുകാവ് എന്ന് പറഞ്ഞ്. അവിടെയാണ് ഫ്രഷ് മീനൊക്കെ കിട്ടുന്നത്. അപ്പം അങ്ങോട്ടേക്ക് അവർ കയറ്റി അയക്കുകയാണ് ചെയ്യണത്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇവിടെ ടൂറിസ്റ്റ് മീൻ കണ്ടപ്പോഴത്തേക്കും കാണാനായിട്ട് വന്നതാണ്. ഇപ്പോൾ പുള്ളി ഞണ്ടിനെ കണ്ടപ്പോഴത്തേക്കും ആദ്യമായിട്ടാണ് ഞണ്ടിനെ കാണുന്നതെന്നും പറഞ്ഞ് എടുത്ത് കയ്യിലൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ അറിയത്തില്ലാത്തതുകൊണ്ട് എടുത്ത് പിടിച്ച ഉടനെ ഞണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇറുക്കി. അപ്പം അവിടെയുള്ളവർ പറഞ്ഞു, ഇതുപോലെ ഞണ്ടിനെ അങ്ങനെ കയ്യിലെടുക്കല്, അത് ഇറുക്കും, ആദ്യമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ് ആ പുള്ളി ഉടനെ അതിൻ്റെ കാലുകളൊക്കെ പറിച്ച് കളയുവാണ്. ജീവനുള്ള ഞണ്ട് കൊട്ടയ്ക്കകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നു. ഏകദേശം എല്ലാം മാറ്റി മാറ്റി സ്റ്റോർ ചെയ്ത് വെച്ച് കുറച്ച് ആൾക്കാർ അത് കഴുകി എടുത്തുകൊണ്ട് വരുന്നു. നമുക്ക് ഫ്രഷ് മീൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ വള്ളക്കാരോട് നമുക്ക് ഡയറക്റ്റ് മീൻ മേടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പോയാലും കിട്ടും. ഇപ്പം അയല, സ്രാവിൻ കുഞ്ഞ്, ഒരു ചെമ്മീൻ എല്ലാം ഉണ്ട്. ഇതിപ്പോൾ സ്രാവിൻ്റെ കുഞ്ഞാണ്. അവിടെ ഒരാൾ വാങ്ങിക്കാൻ വന്നു. ഒരു 6-7 സ്രാവിൻ്റെ കുഞ്ഞിന് 500 രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത്. എല്ലാം കഴുകി അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിലോട്ട്. കുറച്ച് പേരൊക്കെ വന്ന് ഇവിടെ വന്ന് മീൻ മേടിച്ചു. പിന്നെ ബാലൻസ് ഉള്ള മീനെല്ലാം അവർ മാർക്കറ്റിലോട്ട് കൊടുത്തു വിടുവാണ്. അപ്പം
ഈ വള്ളത്തിലെ മീനെല്ലാം ഏകദേശം അവർ കൊടുത്തു വിട്ടു. ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പോവുകയാണ്. ബാക്കിയുള്ളവർ അവിടെ അടുത്ത വള്ളം വരുന്നത് നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അടുത്ത വെള്ളമൊന്നും ഉടനെ വരുന്നില്ല എന്ന് തോന്നുന്നു. നല്ല ചൂടും വെയിലുമാണ്, മഴയൊന്നും ഇല്ല. അപ്പം നമുക്ക് അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.